നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ കുറച്ച് സംശയങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാനാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും സംശയങ്ങൾ വരുന്നത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ മെയിൽ വഴി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഞാൻ സാധിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ സെയിം സംശയം മറ്റു പലർക്കും ഉണ്ടാകാം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ വഴി അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും അത് ഉപകാരപ്രദമായിട്ട് തോന്നാം, മറ്റു ചിലർക്ക് കേട്ടത് തന്നെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള അസ്വസ്ഥത ഫീൽ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അല്ല, ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ രാവിലെ 6:30 അല്ലെങ്കിൽ 7 മണിക്കോ എഴുന്നേൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കിച്ചണിലെ കാര്യങ്ങളായിരിക്കും, ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഈ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇനി നിങ്ങളും ജോലിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ടെൻഷൻ അടിച്ചായിരിക്കും നിങ്ങൾ ജോലികളൊക്കെ തീർക്കുന്നത്. കാരണം കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ വീട്ടിലുള്ള കുട്ടികളെ പറഞ്ഞു വിടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് രാവിലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് രാവിലെ മുതൽ തന്നെ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. ആ ദിവസം മുഴുവൻ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ബാധിക്കുന്നത്. ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുന്നു, നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും വരുന്നത്. കാരണം നിങ്ങൾ തിരക്കിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന ഫീലിങ്സാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുന്നത് വഴി നിങ്ങളുടെ ഭർത്താവിനും അത് നെഗറ്റീവ് എനർജി ആയിട്ടാണ് ബാധിക്കുന്നത്. അങ്ങനെ ആ വീട്ടിലുള്ള അന്തരീക്ഷം മുഴുവൻ നെഗറ്റീവ് എനർജി നിറയുന്ന അന്തരീക്ഷമായിരിക്കും. എന്നാൽ നിങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീട്ടിലൊരു വിളക്ക് തെളിയിക്കുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയം മുതൽ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷവും ചെയ്യാനായിട്ട് സമയവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾക്കനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ സ്ട്രെസ്സായിട്ട്, ടെൻഷനായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നല്ല രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നമുക്കെപ്പോഴും ഒരു ഉന്മേഷം നിലനിർത്താനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സഹായിക്കും. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മളിങ്ങനെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ജീവിതത്തിൽ മുഴുവൻ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നത് പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് സമീപിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജിയെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും പുറന്തള്ളാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും ഫലം ലഭിച്ചിരിക്കും. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, അതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകാൻ ഒക്കെയും തന്നെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കാരണമാകും. എൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഭഗവാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പലരും പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ ചിലരെയെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ ഒന്ന് തെളിയിച്ച് നോക്കാം, എനിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം നടന്നു കിട്ടാനായിട്ടുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ, രാവിലെ എഴുന്നേറ്റൊന്ന് വിളക്ക് തെളിയിക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ചിന്താഗതിയിൽ തെളിയിക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്നുള്ളത്. അല്ലാത്തവർ എന്നെ നേരിട്ട് വിളിച്ചും അറിയിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾക്ക് അത് കേട്ടിട്ടെങ്കിലും ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തോന്നി, അത് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചം പകരാൻ കാരണമായാൽ, അതിന് ഞാനൊരു നിമിത്തമായി കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം എൻ്റെ മേലും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് ഫോൺ കോൾസ് എനിക്ക് വരുന്നുണ്ട്, നമ്പർ ചോദിക്കുന്നുണ്ട്, അവർ വിളിക്കുന്നുമുണ്ട്, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയല്ലേ, അല്ലേ? ഇനി നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഫീലായിരിക്കും അനുഭവപ്പെടുന്നത്. എപ്പോഴും എന്നത്തെയും പോലെ തന്നെയായിരിക്കും അന്നത്തെ ദിവസവും. പക്ഷേ ഒന്ന് മാറി ചിന്തിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വിളക്കൊന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ആൾക്കാരുടെ സംശയത്തിൻ്റെ മറുപടി ഒന്ന് പറയാം. ആദ്യം തന്നെ എവിടെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വെക്കേണ്ടത് എന്നത് നോക്കാം. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും പലരും ഈ ഒരു കാര്യം തന്നെ ചോദിക്കുന്നുണ്ട്. വീടിൻ്റെ ബെഡ്റൂമിൽ, നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലൊഴിച്ച് വീടിൻ്റെ മറ്റെവിടെയും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വയ്ക്കാവുന്നതാണ്. കിച്ചണിലും നിങ്ങൾക്ക് വയ്ക്കാം, പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലും വയ്ക്കാം, ഹോളിലാണെങ്കിൽ ഹോളിലും വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം, വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്കിത് തെളിയിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി കിച്ചണിൽ തെളിയിക്കാമെന്ന് പറയുന്ന സമയത്ത് നോൺ വെജുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ വരാം. നോൺ വെജ് കുക്ക് ചെയ്യുന്നത് കൊണ്ടോ കഴിക്കുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ ക്ലീൻ ചെയ്ത ശേഷം വേണം നിങ്ങൾ വിളക്ക് തെളിയിക്കാനായിട്ട്. അടുത്തത്, പുരുഷന്മാർക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമോ എന്നുള്ളതാണ്. പുരുഷന്മാർക്കും തെളിയിക്കാം. പുരുഷന്മാർ വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുരുഷന്മാർക്കും തെളിയിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം, കൗണ്ട് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എണ്ണം വയ്ക്കാതെ കത്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, പല നല്ല കാര്യങ്ങളും സംഭവിക്കും. ഞാൻ ഈ 48 ദിവസമൊക്കെ തെളിയിച്ചു എന്ന് പറയുന്നത് പലർക്കും ഒരുപാട് ദിവസങ്ങളിൽ തെളിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ 48 ദിവസം നിങ്ങളൊരാഗ്രഹം വിചാരിച്ച് തെളിയിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ 48 ദിവസത്തെ വിളക്ക് തെളിയിക്കുക. എന്നാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എപ്പോഴും ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ കുടുംബത്തിൽ സർവൈശ്വര്യവും ധനാഭിവൃദ്ധിയും ഉണ്ടാവും. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇനി കുറച്ചധികം പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, 48 ദിവസത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് തെളിയിച്ചു തുടങ്ങിയത്. 48 ദിവസത്തിന് മുന്നേ തന്നെ ആ ആഗ്രഹം സഫലമായി. ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആഗ്രഹം പൂർത്തിയായാലും നമ്മൾ പറഞ്ഞത്രയും ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക തന്നെ വേണം. ആഗ്രഹം കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ 48 ദിവസം തെളിയിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു പ്രാർത്ഥനയോടെ തെളിയിക്കുമ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് വയ്ക്കണോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തെളിയിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തെളിയിക്കാം കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത ഒരു സംശയം, ആഗ്രഹ സാഫല്യത്തിനായിട്ട് 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് തെളിയിക്കുന്നത്. പീരിയഡ്സ് ആയിട്ടുള്ള 7 ദിവസങ്ങളിലും ഭർത്താവാണ് വിളക്ക് തെളിയിച്ചത്. അത് കൗണ്ട് ചെയ്യാമോ എന്നുള്ളതാണ്. കൗണ്ട് ചെയ്യാം. നിങ്ങൾ തെളിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷമുള്ള ദിവസം മുതൽ കൗണ്ട് ചെയ്യാം. ഭർത്താവാണെങ്കിലും തെളിയിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആ ദിവസങ്ങളും കൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് തുടങ്ങാൻ ഒരു ദിവസമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരാഗ്രഹ സാഫല്യത്തിനായിട്ടായാലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടക്കം കുറിക്കാൻ നല്ല ഒരു ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമില്ല. നിങ്ങൾക്ക് ഏത് ദിവസവും തുടക്കം കുറിക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നാളെ അത് തെളിയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ തെളിയിച്ചോളൂ. അതിനായിട്ടൊരു പ്രത്യേക ദിവസമില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു സംശയം, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് 27 ദിവസമായി, 28ാമത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചത് 6 മണിക്കാണ്. അത് കൗണ്ട് ചെയ്യാമോ എന്നുള്ളതാണ്. അത് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന വിളക്കാണ്. മാക്സിമം നിങ്ങൾക്ക് ആ വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് രാവിലെ 5:20 വരെ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മമുഹൂർത്ത വിളക്കല്ല. അപ്പം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനും സാധിക്കില്ല. അവിടെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു മുടക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും കൗണ്ട് ചെയ്തിട്ടാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 എന്ന് വീണ്ടും കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു സംശയം, ഒരു വീട്ടിൽ 2 ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമോ എന്നുള്ളതാണ്. 2 പേരാണ് തെളിയിക്കുന്നത്, 2 ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തെളിയിക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ സാധിക്കില്ല കേട്ടോ. നിങ്ങൾ ഒരു വീട്ടിൽ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം തെളിയിച്ചാൽ മതി. അപ്പോൾ 2 പേരും പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് 1 മാത്രമേ തെളിയിക്കാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരാളുടെ കമൻ്റ് ഒന്ന് വായിക്കാമേ. അനുക്കുട്ടൻ എന്നാണ് പേര് കാണുന്നത്. എനിക്ക് യാതൊരു ഗുണവും ഈ വിളക്ക് തെളിയിച്ചതുകൊണ്ട് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. 40 ദിവസമായി. ഞാൻ 5 മുതൽ 6 മണിവരെ ഗായത്രി മന്ത്രവും നാമം ജപിക്കലും ഒക്കെയുണ്ട്. ഒരു കാര്യവും നടന്നിട്ടില്ല. ഇതൊരുമാതിരി 2 വർഷം മുൻപ് വരാഹി മന്ത്രം ജപിച്ചാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞ് 1 വർഷം അതിൻ്റെ പിറകെ നടന്നു. ഒന്നും നേടിയില്ല. അതുപോലെ ഒരു വ്യാജ പ്രചരണമാണ് ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. 3 വയസ്സിൽ കിട്ടേണ്ട മുച്ചക്ര വണ്ടി 30 വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഒരാളുടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. 2.5 വർഷം വരാഹിയെ പ്രാർത്ഥിച്ചിട്ടാണ് അയാൾക്ക് കാര്യം നടന്നത് എന്ന്. ഈ സമയം കൊണ്ട് അയാളുടെ ശനി, വ്യാഴം എന്ന് വേണ്ട എല്ലാ ഗ്രഹങ്ങളും രാശി മാറും. ചിലപ്പോൾ നല്ല കാലം വന്നു കാണും, കാര്യം നടന്നു കാണും. അതിന് പറയുന്നത് വരാഹി പ്രാർത്ഥന നടത്തിയത് കൊണ്ടാണ് നടന്നത് എന്ന്. ഒരാളുടെ ആരോഗ്യപൂർണ്ണ ജീവിതം വെറും 60 മുതൽ 65 വയസ്സ് വരെയാണ്. അതിൽ 30-35 വയസ്സാകും എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ. ബാക്കി വെറും 20-25 വർഷം. അതിൽ 2.5 വർഷം എന്ന് പറയുന്നത് അയാൾക്ക് വെറും നിസ്സാരം. എനിക്ക് അത് നിസ്സാരമായിട്ട് തോന്നുന്നില്ല. അയാൾക്കൊരു പ്രാർത്ഥനയുമില്ലാതെ തന്നെ ഗ്രഹങ്ങൾ മാറിയത് കൊണ്ട് കാര്യം നടന്നതായിരിക്കാനാണ് സാധ്യത. ഇതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ അതിന് താഴെയായിട്ടും കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ബിനി സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമസ്കാരം, ഞാൻ വിളക്ക് തെളിയിച്ചു തുടങ്ങി. പ്രോബ്ലംസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല സമാധാനമുണ്ട്. അതെനിക്ക് പറയാതെ പറ്റില്ല. ഉറപ്പായും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അമ്മു കൃഷ്ണ എന്ന ഒരു ആൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. ഇനി അദ്ദേഹം കമൻറ്റിൽ മെൻഷൻ ചെയ്ത ആ ഒരു ആളും കൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ധന്യ എന്നാണ് പേര്. ഞാൻ 2.5 വർഷം നാമം ചൊല്ലി, വരാഹി ഉൾപ്പെടെ ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കും വെച്ചു. 48 ദിവസം കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. അന്നത്തെ പ്രാർത്ഥനയുടെ ഫലം ഇപ്പോൾ കിട്ടിത്തുടങ്ങി. ജീവിതം ഒരു ഉയർച്ചയിലേക്ക് വരുന്നു. നിങ്ങളെല്ലാത്തിനെയും കുറ്റം പറഞ്ഞാൽ ഇതേ മനസ്സോടെ ആയിരിക്കുമല്ലോ നാമവും ചൊല്ലുന്നത്. ക്ഷമയോടെ ചൊല്ലു, ഫലം കാണും.
അതുപോലെ തന്നെ മറ്റൊരാളും കൂടെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സംശയമുള്ളവർ ചെയ്യാതെ ഇരിക്കുന്നതാണ് ബെറ്റർ. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നത് ഹൈ ലെവൽ എനർജിയാണ് തരുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ 5 മണിക്ക് കുളിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാണ് പഠിക്കാനിരിക്കാറ്. നല്ല മാർക്കോടെ ഈസിയായി MCA പാസ്സായി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. കോളേജ് തീരുന്നതിന് മുന്നേ പ്ലേസ്ഡായി. ആഗ്രഹിച്ച കല്യാണം നടന്നു. നല്ലൊരു അമ്മായിയമ്മ ഫാമിലി കിട്ടി. ഇപ്പോൾ ഗൾഫിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും ബേസ് പോസിറ്റീവ് എനർജിയാണ്. ആ എനർജി കിട്ടിയാലേ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നൂ. അത് കിട്ടാൻ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊരു കാര്യവും വിശ്വാസത്തോടെ ചെയ്താലേ നടക്കുള്ളൂ. എനിക്കും അദ്ദേഹത്തിനോട് പറയാനുള്ളത് അതുതന്നെയാണ്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫലവും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ആഗ്രഹം സത്യസന്ധമായിരിക്കണം. നമ്മുടെ ആഗ്രഹത്തിനൊരു ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹം ഭഗവാനെ നടത്തിത്തരാൻ സാധിക്കുന്ന ആഗ്രഹങ്ങളായിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ആഗ്രഹം പരീക്ഷണാർത്ഥം ഭഗവാനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതിരിക്കുക, അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ നടന്നു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് ലഭിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ അതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു പ്രയത്നത്തിന് ഫലം ലഭിക്കാനാണ് നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരുന്നതും അക്കൂട്ടത്തിൽ വരുന്ന കാര്യം തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന മോശമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ, അതിനെ ആ ഒരു ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ കൂടെ ഭഗവാൻ സഹായിക്കും. മനസ്സിലായില്ലേ? ഇനി കുറച്ച് പേര് പറയുന്നുണ്ട്, ഇതിപ്പം നിങ്ങൾ റീച്ചിന് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നതാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക്, പണ്ടൊന്നും ഇത് ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും വായി തോന്നുന്ന പോലെ പറയുന്ന കാര്യമാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഈ അടുത്ത ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ കരുതി ഇത് പുതിയതായിട്ട് വന്ന ഒരു വിളക്കാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് എൻ്റെ വീട്ടിൽ ഞാനായിരിക്കും ഈ ഒരു വിളക്ക് ആദ്യമായിട്ട് തെളിയിക്കുന്നത് എന്നുള്ള ധാരണയോടെയാണ് ഞാൻ വിളക്ക് തെളിയിച്ച് തുടങ്ങിയത്. ഈ വിളക്ക് തെളിയിച്ച ദിവസം ആ കുട്ടിയുടെ അമ്മയുടെ അമ്മ ആ കുട്ടിയോട് ചോദിക്കുകയുണ്ടായി, നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയോ? ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ദിവസവും ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുമായിരുന്നു. ആ ഒരു വിളക്ക് തെളിയിച്ച ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കിച്ചണിലേക്ക് പോലും കയറുന്നത്. അതിൻ്റെ അനുഗ്രഹം ആ ഒരു കാലത്തും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും അതുപോലെ തന്നെ ദിവസവും ഭക്ഷണം കഴിച്ച് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരു ആരോഗ്യവും ഞങ്ങൾക്ക് ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇന്നോ ഇന്നലെയോ വന്നൊരു സംഭവമല്ല ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത്. പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ ആൾക്കാർ ഈ രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാവാം അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അത് അടുത്ത തലമുറയിലേക്ക് ആ ഒരു കാര്യങ്ങൾ വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ, കഥകൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ കഥകൾ പറയുന്നതായിരിക്കും. സാധിക്കുന്ന എല്ലാവരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.